ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയം ജേണി. ടോം ക്രൂസ്, ദ നെയിം ഈസ് ഇനഫ്. കാരണം അത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ആദ്യം വരുന്ന പടം എന്ന് പറയുന്നത് മിഷൻ ഇമ്പോസിബിൾ ആയിരിക്കും. ഞാൻ ജനിക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ്, അതായത് 1996 ആദ്യത്തെ ഇതിന്റെ ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പാർട്ട് ഈ ഫ്രാഞ്ചൈസിന്റെ ആദ്യത്തെ പാർട്ട് അവർ പുറത്തിറക്കുന്നത്. 2025 എത്തി നിൽക്കുന്നു. അതായത് ഏകദേശം 30 വർഷത്തോളം അല്ലെ, 25+4 29 വർഷം ആയിട്ട് നിലനിൽക്കുന്ന ഒരു വലിയ ഫ്രാഞ്ചൈസ്. അതാണ് മിഷൻ ഇമ്പോസിബിൾ. ഇത് ലാസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഭാഗം, ഒരു ഫെയർവെൽ മോഡലാണ് ഇത് എന്തുകൊണ്ട് നിർത്തിയിരിക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി നിങ്ങളൊരു പക്ക മിഷൻ ഇമ്പോസിബിൾ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സങ്കടം വരും. ഒരു അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ണു നിറയെങ്കിലും ചെയ്യും. ആ രീതിയിൽ ഒരു ഫെയർവെൽ എന്ന രീതിയിൽ തന്നെയാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. അതിന്റെ ലൂതറിന്റെ ഈ കഥാപാത്രത്തിന് ഭയങ്കര ഇമോഷണൽ ടച്ച് കൊടുത്തിട്ടാണ് ഈ മിഷൻ ഇമ്പോസിബിൾ മൊത്തത്തിൽ കൊണ്ടുപോയിട്ടുള്ളത്. വളരെ സീരിയസ് ആയിട്ടാണ് കഥ പറഞ്ഞു കൊടുത്തത്. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. ആൻഡ് തുടക്കത്തിൽ മാത്രം ചെറിയൊരു ലാഗ്, അതായത് നിങ്ങളൊരു മിഷൻ ഇമ്പോസിബിൾ ഫാൻ അല്ല, നിങ്ങളിതൊരു സ്റ്റാൻഡ് അലോൺ മൂവി രീതിയിൽ പോയി കാണുകയാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചൊക്കെ ഒരു ലാഗ് ഫീൽ ചെയ്തേക്കാം. പക്ഷെ അത് ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ടിരുന്നാൽ മനസ്സിലാവും എന്തിനാണ് തുടക്കത്തിൽ ഈ രീതിയിൽ കുറച്ച് സ്ലോ ആയിട്ട് ഇവർ കഥ പറഞ്ഞിട്ടെന്നുള്ളത് എൻഡിലേക്ക് വരുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. ഞാൻ പറയുന്നത് ഇത് ഒരു സ്റ്റാൻഡ് അലോൺ മൂവി എന്ന രീതിയിലും കാണാവുന്നതേ ഉള്ളൂ. ഇതിനു മുമ്പുള്ള എല്ലാ ഒരു പാർട്ടും കാണണമെന്ന് യാതൊരു നിർബന്ധമല്ല. നമ്മൾ തൊട്ട് മുമ്പുള്ള ഒരു പാർട്ടൊക്കെ കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ എമ്പുരാൻ കണ്ടത് ലൂസിഫർ കണ്ടിട്ട് എമ്പുരാൻ കാണുകയാണെങ്കിൽ മാറ്റം അറിയാലോ. കാണാതെ കാണുമ്പോഴുള്ള ചേഞ്ച് എന്തായിരിക്കും നല്ലത്. ചില പ്രത്യേക സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഒന്ന് മിസ്സായി പോകും. പക്ഷെ അത് കഥയെ ബാധിക്കണമെന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു പോവാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഏജിലും ടോം ക്രൂസ് എന്ന് പറഞ്ഞ മനുഷ്യൻ കാണിക്കുന്നത് വേറെ ലോക സിനിമയിൽ തന്നെ മറ്റൊരാൾക്ക് സാധിക്കുമോ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. ഓഫ്കോഴ്സ് അദ്ദേഹത്തിന്റെ ഏജിന്റെ ചില സംഭവങ്ങൾ ചെറിയൊരു ഡൗൺ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ടൊക്കെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ 2 സ്റ്റണ്ടിന്റെ ഏരിയാസ് ഉണ്ട്. ഒന്ന് ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് ആണ്, ഏകദേശം ഒരു 20-25 മിനിറ്റോളം ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ടൊരു കുറെ സ്ഥലങ്ങളിൽ നമുക്ക് ഈ അഡ്രിനാലിൻ റഷ് എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് കുറെ സ്ഥലങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് എനിക്ക് തോന്നി. അത് മേക്ക് ചെയ്തിരിക്കണമെങ്കിലും അവിടെ അഭിനയിച്ചിരിക്കുന്ന സംഭവങ്ങളാണെങ്കിലും അതിന്റെ ഷോർട്സ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നതും ഒക്കെ ഗംഭീരമായിരുന്നു. അതിന്റെ എൻഡിലേക്ക് വരുന്ന സമയത്ത് ക്ലൈമാക്സിൽ വരുന്ന ഒരു ഫ്ലൈറ്റ് പരിപാടികളും ആക്ഷനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ പല മേക്കിംഗ് വീഡിയോസിലെ കണ്ട പോലെ അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്, ഡ്യൂപ്പ് ഇല്ലാതെ. അത് ഈ ഏജിലും 60 എത്രയോ ആണ്, കറക്റ്റ് എക്സാക്ട് ഏജ് എനിക്ക് ഓർമ്മയില്ല, 64 67 എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഒരു 67 വയസ്സുള്ള മനുഷ്യൻ സ്റ്റണ്ട് ഇപ്പോഴും ചെയ്യുന്നതാണ്. ആൻഡ് ഹി സ്റ്റിൽ മാനേജ് സ്റ്റണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അത്ര ഗംഭീരമായിട്ട് ആൾ ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് കുറെ ആളുകൾ പറഞ്ഞിട്ടൊരു എന്താ പറയുക, മിഷൻ ഇമ്പോസിബിൾ തന്നെ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ തോന്നുന്നവരുണ്ടാവും, അതിന് തെറ്റൊന്നും പറയുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ദി ബെസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുള്ള, വീണ്ടും ഞാൻ ഉപയോഗിക്കുന്ന മിഷൻ ഇമ്പോസിബിൾ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, നല്ല അഡ്രിനാലിൻ റഷുള്ള, വളരെ സീരിയസ് ആയിട്ട് പോകുന്ന, അതിനൊപ്പം തന്നെ ഒരു ഫെയർവെൽ മൂഡിലേക്ക് എൻഡ് ചെയ്തിട്ടുള്ള, നമ്മളെ സങ്കടപ്പെടുത്തുന്ന, കുറച്ചുകൂടി ഇമോഷണലി നമുക്ക് കണക്ട് ആവാൻ സാധ്യതയുള്ള ഒരു സിനിമ തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. ഏറ്റവും ബെസ്റ്റ് വെച്ചാൽ തുടക്കത്തിലുള്ള 2, 3 ഒക്കെ വളരെ ഗംഭീരമായിട്ടുള്ള പാർട്ട് തന്നെയായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നോട്ട് അപ് ടു ദി മാർക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ വളരെ മോശമാണെന്ന് പറഞ്ഞ് താഴ്ത്തി കെട്ടാനും പറ്റില്ല. ഒരു പടി കുറവ് എന്നുള്ള രീതിയിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത്, അതായത് ഇപ്പോൾ ടെക്നോളജി അന്ന് 996 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ടെക്നോളജിക്ക് ഓരോ വർഷം വന്നിട്ടുള്ള മാറ്റം നമുക്കറിയാം. അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത് വളരെ ഗംഭീരമായി മിഷൻ ഇമ്പോസിബിൾ ഫാൻസിനെ തൃപ്തിപ്പെടുത്താനുള്ള എല്ലാ സാധനവും ഇൻക്ലൂഡ് ചെയ്ത് ടോം ക്രൂയിസിനെ ഏത് രീതിയിൽ ഈ ഏജിൽ എത്ര മാക്സിമം അയാൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും മാക്സിമത്തിൽ അയാൾ ചെയ്തിട്ട് ഉള്ള ഒരു സിനിമ തന്നെയാണ് മിഷൻ ഇമ്പോസിബിൾ. സോ കുറെ കാലം ശേഷം നിങ്ങൾ ഹോളിവുഡ് സിനിമയിൽ കാണുന്ന ആളുകളാണെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, മിഷൻ ഇമ്പോസിബിൾ നിങ്ങൾ നിർബന്ധമായിട്ട് കാണണം എന്ന് യാതൊരു നിർബന്ധമില്ല. അങ്ങനത്തെ ആളുകൾക്കും ധൈര്യമായിട്ട് കാണാൻ പറ്റും. ഈ തുടക്കത്തിലെ ലാഗ് വിചാരിച്ചിട്ട് ആരും എണീറ്റ് പോകാൻ നിൽക്കരുത്. കാരണം പലപ്പോഴും പല സിനിമ കാണുമ്പോൾ, ഇന്നൊക്കെ കാണുമ്പോൾ ആളുകൾ കുറവാണെന്നിരുന്നാൽ പോലും ഉള്ള ആളുകളൊക്കെ എൻജോയ് ചെയ്തിരുന്ന് കാണുന്നുണ്ട്. പക്ഷെ പല സിനിമയും കാണുന്ന സമയത്തുള്ള ഒരു സംഭവം, ഇംഗ്ലീഷ് സിനിമകൾ കാണുന്ന സമയത്ത് പല ആളുകളും തുടക്കത്തിലെ കുറെ ഇങ്ങനെ ഈ കഥയിലേക്ക് വരിക എന്നുള്ള പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അവർ വളരെ ടൈം എടുത്ത് സ്ലോ ആയിട്ടൊക്കെയാണ് പല സിനിമയിലും വരിക. അങ്ങനെ സ്ലോ ആയി പോകുന്ന കാണുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒരു പടം എന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റ് പോകുന്ന ആളാണ്. അങ്ങനെ വെറുതെ നിങ്ങൾ പോയി കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പടം നല്ല തീ തുപ്പുണ്ട്. അപ്പോൾ അത് കാണാൻ തന്നെ റെഡി ആയിട്ട് പോവുക.
ഗംഭീര സിനിമയാണ്. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, എനിക്ക് സത്യം പറയാൻ ചെറിയൊരു സങ്കടം തോന്നി. കാരണം ഞാൻ ഇരുന്ന് കണ്ടിട്ടുള്ളതാണ്. തുടക്കത്തിലൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് മിഷൻ ഇമ്പോസിബിൾ ഇരുന്ന് കാണുകയും അങ്ങനെ പിന്നാലെ പോവുകയും ചെയ്യുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് ഇമോഷണലി കുറച്ച് സങ്കടം ഇത് തീരെയാണെന്നുള്ളതും പിന്നെ എൻ്റെ അവർ കൊണ്ടുവച്ചിരിക്കുന്നതും അങ്ങനെയാണ്. കുറച്ചും കൂടി കണക്ഷൻ കൊടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ലൂതറിന്റെ കഥാപാത്രം വളരെ ഇമോഷണലി അവർ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ടോം ക്രൂയിസ് ഇനി ഇല്ലേ, ഇനി ഇദ്ദേഹം ചെയ്യോ, ഇനിയൊരു പാർട്ട് വരുമോ? ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സിനിമ ഒരു ഫെയർവെൽ മോഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് വേണമെങ്കിൽ ഇത് ആളുകൾ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു പടം കൂടി വന്നേക്കാന്ന് വിചാരിക്കാൻ പോലും അത്ര വലിയ സാധ്യതയില്ല. കാരണം അവരുടെ പ്രത്യേകിച്ചും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പല ആളുകളും അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അവർക്ക് ഇനിയൊരു പാർട്ടും കൂടെ ചെയ്യുമോ, അതിനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം അവിടെ ഉണ്ട്. സോ ഒരു 99% ഇത് അവസാനം തന്നെയാണെന്ന രീതിയിൽ തന്നെ അവരും പറയുന്നത് നമുക്കും വിശ്വസിക്കേണ്ടി വരും. അപ്പൊ എന്തായാലും കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തും. താങ്ക് യു.